ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ചിക്കൻ സ്റ്റൂവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 1/2 കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ് നമ്മൾ സ്ക്വയർ ടൈപ്പായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് അത് നമ്മൾ സ്ക്വയർ ടൈപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആവശ്യത്തിന്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, കുരുമുളക്. ഇത് കുറേശ്ശെ നമുക്ക് സ്പൈസസ് ആയിട്ട് എടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്. 2 കപ്പ് രണ്ടാം പാല്, 1 കപ്പ് ഒന്നാം പാല്. ഇത്രയുമാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇനി നമുക്ക് ഈ ചിക്കന് അല്പം കുരുമുളക് പൊടിയും ശകലം ഉപ്പ് ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരല്പം നേരം വെക്കാം. ചിലപ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. അടുത്തായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പ് വെച്ചു. പാത്രം ചൂടായി വന്നതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നമ്മൾ ഈ കറിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ തീയിലിട്ടതിന് ശേഷം ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ്, കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, കുരുമുളക്, ഇത് നമുക്ക് എണ്ണയ്ക്കകത്തോട്ടിടാം. ഇതൊന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാളയിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തിലിടുക. അതുപോലെ തന്നെ കറിവേപ്പില കുറച്ച് ഒരു മുക്കാൽ ഭാഗം കറിവേപ്പില ഇട്ട് നമുക്കൊന്ന് എടുക്കാം, ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉപ്പൂടെ അതിനകത്തിൽ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് അധികം ബ്രൗൺ ആക്കണ്ട, ഒരു ട്രാൻസ്പെറൻ്റ് ആക്കി എടുത്താൽ മതി. ഒത്തിരി അങ്ങ് വഴന്നു പോകണ്ട. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഉള്ളിയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കുരുമുളകും ഉപ്പും ഒക്കെ ചെയ്ത് മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കനൂടെ ഇതിലേക്കിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു നിറമൊന്ന് മാറി ഒരു വൈറ്റ് കളറാകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ്റെ നിറമൊന്ന് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തു. ചിക്കൻ്റെയൊക്കെ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് രണ്ടാം പാൽ നമുക്ക് ഒഴിച്ച് വേവിച്ചെടുക്കാം. പിന്നെ 2-2.5 കപ്പോളം ഉണ്ട് രണ്ടാം പാൽ. തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേകുമ്പോഴാണ് നമുക്ക് സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്, വെള്ളം ചേർക്കാതെ രണ്ടാം പാലിനകത്ത് കിടന്ന്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ട് വേവിക്കാം. തിളച്ച് വന്നതിന് ശേഷം ചെറിയ തീയിലിട്ട് നമുക്ക് വേവിക്കാം. നമ്മുടെ സ്റ്റൂ ഞാനൊരു 10-12 മിനിറ്റ് ഞാൻ അടച്ച് വേവിച്ചിട്ടുണ്ട്. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗരം മസാലയും ബാക്കിയുള്ള കുരുമുളക് പൊടിയും കൂടി ഇടാം. നല്ലതാണ് ഇളക്കിയെടുക്കാം. നമ്മുടെ കുരുമുളക് പൊടി മസാല ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം വലിയ തീയിട്ട് തിളപ്പിക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടെ തൂവി ബാക്കിയുള്ള കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം. നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വെക്കാം.